കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനും മന്ത്രിയുമാണ് സാക്ഷാൽ KB ഗണേഷ് കുമാർ. പത്തനാപുരം ഗാന്ധി ഭവനിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയുമോ? റോഡിൽ വേല കാണിച്ച ഗാന്ധി ഭവനിൽ നിന്ന് വേല എടുക്കേണ്ടി വരും എന്നാണ് KB ഗണേഷ് കുമാറിൻ്റെ മുന്നറിയിപ്പ്. അതായത് റോഡിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനം. ഗതാഗത വകുപ്പിൻ്റെ സന്മാർഗ പരിശീലന കേന്ദ്രം പത്തനാപുരം ഗാന്ധി ഭവൻ ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഓരോരുത്തരെയും ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം മാറിയാൽ തന്നെ 50% റോഡ് അപകടങ്ങൾ കുറയുമെന്നാണ് ഗതാഗത മന്ത്രി കണ്ടുപിടിച്ചിരിക്കുന്നത്. റോഡിൽ വേല കാണിച്ചാൽ ഇനി ഗാന്ധി ഭവനിൽ വേല ചെയ്യേണ്ടി വരും. റോഡ് അപകടങ്ങളുടെ ശിക്ഷാ നടപടികൾ മാതൃകാപരമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ഗതാഗത വകുപ്പ് ആരംഭിച്ച സന്മാർഗ പരിശീലന കേന്ദ്രം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വണ്ടിയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുകയും അങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു തെറ്റായ നടപടിയാണെന്ന് തോന്നി. പക്ഷേ കുഞ്ഞുങ്ങളല്ലേ, നമുക്കവരെ ശിക്ഷിക്കുന്നതിനൊരു മര്യാദയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഗാന്ധി ഭവനിൽ പോയി അവർ സേവനം നടത്തും. സേവനം മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സേവനം മാത്രമല്ല, ഇവിടെ വരുന്ന വ്യക്തികളെ ഡ്രൈവിങ്ങിൻ്റെ നിയമങ്ങൾ, ഇപ്പോൾ നമ്മൾ മെക്കാനിസം ഒന്നും പഠിപ്പിക്കാറില്ല, അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല. ഒരു ക്ലാസ് മുറി സെറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കൗൺസിലിങ്ങും, ഇവിടെ കൗൺസിലിംഗ് ആളുണ്ട്, ഈ ഞാനെന്ന ഭാവം ഒന്ന് പോകാൻ ഒരു കൗൺസിലിംഗ് നല്ലതാണ്. ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ അധ്യക്ഷയായ ചടങ്ങിൽ ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ H. നാഗരാജു, KSRTC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PS. പ്രമോദ് ശങ്കർ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ PS. അമൽരാജ് നന്ദി പറഞ്ഞു. 24 കൊല്ലം.